ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് GK. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് LSS എക്സാമിനും അതുപോലെ തന്നെ USS എക്സാമിനും ഒരുപോലെ ഉപകാരപ്രദമാകുന്ന കുറച്ച് GK ക്വസ്റ്റ്യൻസും കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളുമാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം ഏതാണ്? 2013 മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത്. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണ്? അവകാശികൾ. അവകാശികൾ എന്ന നോവലാണ് മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ. ഇത് എഴുതിയത് വിലാസിനിയാണ്. MK മേനോൻ്റെ തൂലികാ നാമമാണ് വിലാസിനി. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? NS മാധവൻ. NS മാധവനാണ് 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. സിനിമയുടെ സാഹിത്യ രൂപത്തിന് പറയുന്ന പേരെന്താണ്? തിരക്കഥ. തിരക്കഥയാണ് സിനിമയുടെ സാഹിത്യ രൂപം. കഥകളിയുടെ സാഹിത്യ രൂപം എന്താണ്? ആട്ടക്കഥ. ആട്ടക്കഥയാണ് കഥകളിയുടെ സാഹിത്യ രൂപം. മറന്നു പോകരുത്. കേരള സർക്കാർ KDISC മുഖേന വികസിപ്പിച്ചെടുത്ത ഗണിത പഠന പദ്ധതിയുടെ പേരെന്താണ്? മഞ്ചാടി. മഞ്ചാടിയാണ് കേരള സർക്കാർ KDISC മുഖേന വികസിപ്പിച്ചെടുത്ത ഗണിത പഠന പദ്ധതി. 2025 200-ാം ജന്മവാർഷികവും 151-ാം ചരമവാർഷികവും ആചരിക്കുന്ന മഹാവ്യക്തിത്വം ആരാണ്? ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ. 2025 200-ാം ജന്മവാർഷികവും 151-ാം ചരമവാർഷികവും ആചരിക്കുന്ന മഹാവ്യക്തിത്വം ആറാട്ടുപുഴ വേലായുധപ്പണിക്കരാണ്. കേരളത്തിലെ ഒരു പ്രമുഖ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ. അനാചാരങ്ങൾക്കും ജാതി വിവേചനങ്ങൾക്കുമെതിരായി ശക്തമായി പോരാടി ദളിതർക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും അവകാശങ്ങൾ നേടിക്കൊടുത്തു അദ്ദേഹം. 1852 ശ്രീനാരായണ ഗുരുവിൻ്റെ അരുവിപ്പുറം ശിവപ്രതിഷ്ഠയ്ക്ക് 36 വർഷം മുൻപ് മംഗലത്ത് ശിവപ്രതിഷ്ഠ നടത്തി. അദ്ദേഹം മൂക്കുത്തി വിളംബരം, അച്ചിപ്പുടവ സമരം തുടങ്ങിയ സമരങ്ങൾക്ക് നേതൃത്വം നൽകി. കേരള നിയമസഭയുടെ 2025 സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? M. മുകുന്ദൻ. M. മുകുന്ദനാണ് കേരള നിയമസഭയുടെ 2025 സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2025 ഓസ്കാർ പ്രാഥമിക റൗണ്ടിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രം ഏതാണ്? ആടുജീവിതം. ആടുജീവിതമാണ് 2025 ഓസ്കാർ പ്രാഥമിക റൗണ്ടിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രം. മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള 2024 സംസ്ഥാന പുരസ്കാരം നേടിയതും ആടുജീവിതമാണ്. ആടുജീവിതത്തിലെ അഭിനയത്തിന് പൃഥ്വിരാജ് മികച്ച നടനുള്ള പുരസ്കാരവും സംവിധായകൻ ബ്ലസ്സി മികച്ച സംവിധായകനുള്ള പുരസ്കാരവും നേടിയിരുന്നു. ആടുജീവിതത്തിൽ പൃഥ്വിരാജ് അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ പേര് നജീബ് എന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ആടുജീവിതം എന്ന നോവൽ എഴുതിയത് ആരാണ്? ബെന്യാമിൻ. ബെന്യാമിൻ എഴുതിയ നോവലാണ് ആടുജീവിതം. 2025 അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിവലിന് വേദിയായത് എവിടെയാണ്? ബേപ്പൂർ. ബേപ്പൂരാണ് 2025 അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിവലിന് വേദിയായത്. ISROയുടെ 11ാമത് ചെയർമാനായി നിയമിതനായത് ആരാണ്? ഡോക്ടർ വി നാരായണൻ. ഡോക്ടർ വി നാരായണനാണ് ISROയുടെ 11ാമത് ചെയർമാനായി നിയമിതനായത്. ISROയുടെ ഏത് പദ്ധതിയിലാണ് ബഹിരാകാശത്ത് പയർവിത്ത് മുളപ്പിക്കാൻ സാധിച്ചത്? പോയം 4 ദൗത്യത്തിലെ ക്രോപ്സ് പദ്ധതി. പോയം 4 ദൗത്യത്തിലെ ക്രോപ്സ് പദ്ധതിയാണ് ബഹിരാകാശത്ത് പയർവിത്ത് മുളപ്പിക്കാൻ സാധിച്ചത്. കേരളത്തിൽ പുറത്തിറക്കാൻ പോകുന്ന പരിസ്ഥിതി സൗഹൃദ കുപ്പിവെള്ളത്തിൻ്റെ ബ്രാൻഡ് നെയിം എന്താണ്? ഹില്ലി അക്വ. ഹില്ലി അക്വ എന്നാണ് കേരളത്തിൽ പുറത്തിറക്കാൻ പോകുന്ന പരിസ്ഥിതി സൗഹൃദ കുപ്പിവെള്ളത്തിൻ്റെ ബ്രാൻഡ് നെയിം.
കൊഡാലിയ നദീ തർക്കം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലാണ് കൊഡാലിയ നദീ തർക്കം. ഇന്ത്യയിലെ ആദ്യത്തെ HMPV അഥവാ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് കേസ് റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? ബംഗളൂരുവിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ HMPV വൈറസ് കേസ് റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ റോബോട്ടിക് ആം നിർമ്മിച്ച സ്ഥാപനം ഏതാണ്? തിരുവനന്തപുരം IISU. റീലൊക്കേറ്റബിൾ റോബോട്ടിക് മാനിപ്പുലേറ്റർ ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ RRMTD എന്നാണ് ഇതിൻ്റെ ഔദ്യോഗിക നാമം. PSLV C60 സ്പേഡക്സ് ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വിക്ഷേപിച്ചത്. ലോകത്ത് സ്പേസ് ഡോക്കിംഗ് സാങ്കേതിക വിദ്യ കൈവരിച്ച 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. സ്പേസ് ഡോക്കിംഗ് സാങ്കേതിക വിദ്യ കൈവരിച്ച 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. നിലവിൽ ലോകത്ത് സ്പേസ് ഡോക്കിംഗ് സാങ്കേതിക വിദ്യ കൈവരിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ആദ്യത്തെ രാജ്യം അമേരിക്കയുടെ നാസ, റഷ്യയുടെ റോസ്കോമോസ്, ചൈന CNSA, ഇന്ത്യയുടെ ISRO. ഇവയാണ് ലോകത്ത് സ്പേസ് ഡോക്കിംഗ് സാങ്കേതിക വിദ്യ കൈവരിച്ച 4 രാജ്യങ്ങൾ. 2024 പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം, അമേരിക്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം ലഭിച്ച കായിക താരങ്ങൾ ആരൊക്കെയാണ്? ലയണൽ മെസ്സി, മാജിക് ജോൺസൺ. ലയണൽ മെസ്സിയും മാജിക് ജോൺസണുമാണ് അമേരിക്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം ലഭിച്ച കായിക താരങ്ങൾ. ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ് സ്വത്തവകാശം ഭരണഘടനാപരമായ അവകാശമായി പരിഗണിക്കപ്പെടുന്നത്? ആർട്ടിക്കിൾ 300A. ആർട്ടിക്കിൾ 300A പ്രകാരമാണ് സ്വത്തവകാശം ഭരണഘടനാപരമായ അവകാശമായി പരിഗണിക്കപ്പെടുന്നത്. സ്വത്തവകാശം മൗലികാവകാശമല്ലാതായത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 1978 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ. 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശം മൗലിക അവകാശമല്ലാതായത്. 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാര ജേതാക്കൾ ആരൊക്കെയാണ്? മനു ഭാക്കർ, D. ഗുഗേഷ്, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ. മനു ഭാക്കർ 2024 പാരീസ് ഒളിമ്പിക്സിൽ 10 മീറ്റർ എയർ പിസ്റ്റൾ ഇനത്തിൽ വെങ്കല മെഡൽ നേടിയ താരമാണ്. ഷൂട്ടിംഗ് വ്യക്തിഗത വിഭാഗത്തിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ്. D. ഗുഗേഷ് 2024 സിംഗപ്പൂരിൽ നടന്ന ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ചൈനീസ് താരം ഡിങ് ലിറനെ തോൽപ്പിച്ച് ലോക ചാമ്പ്യനായി. ഇതോടെ ലോക ചാമ്പ്യനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡ് D. ഗുഗേഷ് നേടി. ഹർമൻപ്രീത് സിംഗ് ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റനാണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയെ വെങ്കല മെഡലിലേക്ക് നയിച്ചത് ഹർമൻപ്രീത് സിംഗ് ആണ്. പ്രവീൺ കുമാർ ഒരു പാരാ അത്ലറ്റാണ്. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഹൈജമ്പിൽ സ്വർണം നേടി പ്രവീൺ കുമാർ. 2024 ദ്രോണാചാര്യ അവാർഡ് ജേതാവ് ആരാണ്? മുരളീധരൻ. നിലവിൽ ബാഡ്മിൻ്റൺ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റാണ് മുരളീധരൻ. 2024 അർജുന അവാർഡ് നേടിയ മലയാളി താരം ആരാണ്? സാജൻ പ്രകാശാണ് 2024 അർജുന അവാർഡ് നേടിയ മലയാളി താരം. 2021 ഒളിമ്പിക്സ് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ നീന്തൽ താരമാണ് സാജൻ പ്രകാശ്. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ബോണസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു: കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഗവർണർ, അതായത് 23ാമത് ഗവർണർ ആരാണ്? ആൻസർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ആൻസർ കറക്റ്റായി ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് ക്ഷമ, അനാമിക കെ, ഷിഫ, രജനി AV, കീർത്തന, ആയിഷ നിയ, അബ്ദുൾ ഹമീദ്, പ്രകാശൻ, കാശിനാഥ്,
സിന്ധു എസ് എന്നിവരാണ്. ആൻസർ കറക്റ്റായി പറഞ്ഞ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി അഭിനന്ദനങ്ങൾ. തുടർന്നും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ നോക്കാം. കേരള സർക്കാരിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? കേരള സർക്കാരിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ആൻസർ അറിയാവുന്നവർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.